എൻ്റെ ഈ യാത്ര തമിഴ്നാട്ടിലെ മയിലാടുതുറ ജില്ലയിലെ ഒരു കടലോര ഗ്രാമമായ പൂമ്പുകാർ ഗ്രാമത്തിലേക്കാണ്. ചരിത്രവും മിത്തും ഇഴകലർന്ന് കിടക്കുന്ന ഈ ഗ്രാമത്തിലാണ് മധുരയെ ചുട്ട് ചാമ്പലാക്കിയ തൻ്റെ കോപാഗ്നിയാൽ തൻ്റെ മാറിടം വിച്ഛേദിച്ച് മധുരൈ നഗരത്തിൽ എറിയുകയും ആ നഗരത്തിനെ ചുട്ട് ചാമ്പലാക്കിയ സാക്ഷാൽ കണ്ണകി ജനിച്ച നാട്. കണ്ണകിയുടെയും ചിലപ്പതികാരം കഥയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവർ ജനിച്ചു വളർന്ന ഗ്രാമമാണിത്. ഈ ഗ്രാമത്തിലെ തന്നെയുള്ള ഒരു വ്യാപാരിയുടെ മകനായ കോവലനെ പിന്നീട് അവർ വിവാഹം കഴിക്കുകയായിരുന്നു. നമ്മൾ ഈ ഗ്രാമം എത്താറാകുമ്പോൾ തന്നെ നമുക്ക് കുറേ ആർച്ചുകൾ കാണാൻ പറ്റും. ഈ ആർച്ച് എന്ന് പറയുന്നത് കോവലൻ്റെ പേരിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ആർച്ചാണ്. കോവലൻ തോരണ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. തോരണ എന്ന് വെച്ചാൽ തമിഴിൽ ആർച്ച് എന്നാണ് അർത്ഥം വരുന്നത്. കണ്ണകിയായിട്ടുള്ള വിവാഹശേഷം കോവലന് നർത്തകിയായ മാധവിയിൽ ഒരു പ്രണയം ഉണ്ടാകുന്നു. ഈ ആർച്ച് എന്ന് പറയുന്നത് മാധവിയുടെ പേരിലുള്ള ഒരു ആർച്ചാണ്. അങ്ങനെ മാധവിക്ക് വേണ്ടി തൻ്റെ സമ്പാദ്യമെല്ലാം ചിലവാക്കി കോവലൻ ദരിദ്രനാവുകയാണ്. ഈ കാണുന്നത് സാക്ഷാൽ കണ്ണകിയുടെ പേരിലുള്ള ഒരു ആർച്ചാണ്. അങ്ങനെ നമ്മൾ ആ ഗ്രാമത്തിലെത്തി. ഈ കാണുന്നത് ചിലപ്പതികാര കലക്കൂട്ട എന്തോ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ചിലപ്പതികാര ഗാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർച്ചാണ് ആ കാണുന്നത്. ഈ കടൽ തീരത്ത് മറ്റ് വേറൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. കടലിന് അഭിമുഖമായിട്ട് കണ്ണകിയുടെ ഒരു ശില്പം വെച്ചിട്ടുണ്ട്. ഒരു മനോഹരമായിട്ടുള്ളൊരു പ്രതിമ വെച്ചിട്ടുണ്ട്. എന്നിവിടെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ കണ്ണകിക്കൊരു ആരാധനാലയമൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷെ ഇവിടെ കണ്ണകിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ആരാധനാലയം ഇല്ല. പകരം ഇവിടെ ഉള്ളത് കണ്ണകിയുടെ പേരിൽ ചിലപ്പതികാരം എന്ന് പറഞ്ഞിട്ടൊരു ആർട്ട് ഗാലറിയാണ്. ഇതാണ് ആ കാണുന്ന ആർട്ട് ഗാലറി. നിർഭാഗ്യവശാൽ ഞാൻ വന്ന ദിവസം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് പണി നടക്കുന്നതുകൊണ്ട് ആരെയും അകത്തേക്ക് കയറ്റി വിടുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റിയെ കണ്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ 800 കിലോമീറ്റർ ഒന്ന് ഈ ഗ്രാമത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് വരികയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കണ്ട ഗേറ്റ് ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഓക്കെ, ഒരു 5 മിനിറ്റ് അനുവദിക്കാൻ കയറി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ആർട്ട് ഗാലറിക്കകത്ത് കയറി. ഈ ഇടതും വലതും വശത്തൊക്കെ ആയിട്ട് ഓരോ പ്രതിമകൾ വെച്ചിട്ടുണ്ട്. അത് ആത്മാർത്ഥ സുഹൃത്തായ ഇളങ്കോവൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത്. അങ്ങനെ ഞാൻ ആർട്ട് ഗാലറിക്കുള്ളിലേക്ക് കയറാൻ പോവാണ്. ഒന്നുമില്ല, അവിടെ പണി നടക്കുന്നുണ്ട്, എനിക്കൊന്നും കാണാൻ കഴിയില്ല. ജസ്റ്റ് എന്താണെന്നുള്ളതൊന്ന് കാണുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അങ്ങനെ കയറുമ്പോൾ തന്നെ ഏറ്റവും മുന്നിലായിട്ട് കണ്ണകിയുടെയും കോവലൻ്റെയും ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. രണ്ടുപേരും നിൽക്കുന്നത്. അവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ ആ കാണുന്നതിലൊക്കെ ഇവരുടെ ചരിത്രം എഴുതി വെക്കാനായിട്ടുള്ള കല്ല്, ഗ്രനൈറ്റ് കല്ലൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചെൻ്റെ യാത്രയിൽ മുഴുവൻ ചിന്ത ഇത് തന്നെയായിരുന്നു. നമുക്ക് ശരിക്കും ആരാധനാലയങ്ങളെക്കാട്ടിലും ഏറ്റവും ആവശ്യം ഇതുപോലുള്ള ആർട്ട് ഗാലറികളല്ലേ. ഈ ആർട്ട് ഗാലറികളും ആരാധനാലയങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് പരിപാലിക്കപ്പെടുന്നത്. വളരെ പരിശുദ്ധമായിരിക്കും. നമ്മൾ ചെരുപ്പൊന്നും ഇടാതെ വേണം അകത്ത് കയറാനൊക്കെ. പക്ഷേ ആർട്ട് ഗാലറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മനുഷ്യനായിട്ട് ജനിച്ച ഏതൊരാൾക്കും ഇതിനുള്ളിൽ കടന്ന് കയറി ചെന്ന് നമുക്ക് ഈ ചരിത്രം പഠിക്കാനും ഒക്കെ കഴിയും. അവിടെ മതത്തിൻ്റെയോ ജാതിയുടെയോ ഒരു വേലിക്കെട്ടില്ല. ശരിക്കും അതുതന്നെയായിരിക്കും വളരെ നല്ലതെന്നുള്ള ചിന്തയോടുകൂടി ഞാൻ എൻ്റെ യാത്ര ഇങ്ങനെ തുടരുകയാണ്.